ശ്രദ്ധിക്കപ്പെടേണ്ടതെന്തും പൗർണമി ടിവിയിൽ. ഈ പ്രോഗ്രാം ആദ്യാവസാനം കാണൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ, ലൈക്കും ഷെയറും ചെയ്യൂ. ഞങ്ങളുടെ വൈവിധ്യമാർന്ന പരിപാടികൾ നിങ്ങൾക്ക് മുന്നിലേക്ക്. നമസ്കാരം, ഞാൻ മധുശങ്കർ. ഓണത്തെക്കുറിച്ച് ചെറിയ ചില ചിന്തകൾ പങ്കിടാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലെത്തിയത്. ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാബലിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പാട്ടുകൾ എല്ലാ വർഷവും നമ്മൾ കേൾക്കാറുണ്ട്. വാമനമൂർത്തിയെക്കുറിച്ചല്ല, മഹാബലിയെ എന്നുള്ള ഒരു അസുര രാജാവിനെ കുറിച്ചാണ് നമ്മൾ ഈ കാലത്ത് ഏറെ വിചാരപ്പെടുന്നത്. അതായത് ദൈവമല്ല, അസുരനാണ്. ആമോദത്തിൻ്റെ ഒരു നാളിനെക്കുറിച്ച് ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ ബാക്കി നിർത്തിപ്പോയിട്ടുള്ളത്. മൂന്നടി മണ്ണ് ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു ചതിയുടെ കഥയാണോ, വിജയത്തിൻ്റെ കഥയാണോ, അസുരനും സുരനും തമ്മിലുള്ള ഉടമ്പടിയുടെ കഥയാണോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരും. ഇക്കഥയിൽ എവിടെയാണ് മനുഷ്യൻ്റെ സ്ഥാനമെന്നുള്ളൊരു ചോദ്യം അന്നും ഇന്നും ബാക്കിയാണ്. രാജസന്നിധിയിൽ വന്ന് മൂന്നടി ചോദിച്ച വാമനത്വം കഥയായി നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അതിനെപ്പറ്റി ഭാഗവത കഥയിൽ പരാമർശമില്ല. അതൊരു ചതിയുടെ കഥയായിരുന്നെങ്കിൽ ക്ഷേത്രങ്ങളിലെ വാമനമൂർത്തിക്ക് പകരം മഹാബലി ആരാധിക്കപ്പെടുമായിരുന്നു. എന്നാൽ നാം കൊണ്ടാടുന്ന കെട്ടുകഥയിൽ വലിയൊരു പാഠമുണ്ട്. ചെറിയവനോട് തോന്നുന്ന നിസ്സാരതയ്ക്ക് വലിയൊരു മറുപടിയാണ് അത്. ആജാനുബാഹുവായ ഒരാളുടെ അടുത്ത് വന്ന് കുള്ളനായൊരുവൻ ചോദിച്ച ഭിക്ഷ ഒട്ടും നിസ്സാരമല്ല. ഭിക്ഷാന്തേഹിയല്ല ഭിക്ഷ ചോദിച്ചത് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം. സുരനാണ്. ദേവലോകത്തു നിന്ന് നേരെ വന്ന് ഭിക്ഷ ചോദിക്കുകയാണ്. ഈ അസ്വാഭാവികത തിരിച്ചറിയണം. ചോദിച്ചതാകട്ടെ മൂന്നടി മണ്ണും. പാതാളത്തിനിടയ്ക്കുള്ള ആ മണ്ണ് കാർഷിക വൃത്തിയുടെ മണ്ണാണ്. ആ മണ്ണാണ് ഭിക്ഷയായി ചോദിക്കുന്നത്. ഒരു രാജാവിനെ സംബന്ധിച്ച് മൂന്നടി മണ്ണ് നിസ്സാരമായ ഒരു ദാനമാണ്. ആ ദാനം കൊടുക്കുമ്പോഴാണ് അറിയുന്നത് വാമനത്വത്തിൻ്റെ വിരാട് സ്വരൂപം. സുരന്റെ മുമ്പിൽ അസുരന് തല കാണിച്ചു കൊടുക്കേണ്ടി വരുന്നു. സത്യത്തിൽ ഇക്കഥയിലെ വാമനത്വം സ്തുതിയുടെ നാഥനായ വിഷ്ണുവിൻ്റെ നാനോ രൂപമാണ്. ഇതേ നാനോ രൂപമാണ് വിഷത്തിൻ്റെ നാനോ രൂപമായി തക്ഷകനിലൂടെ പരീക്ഷത്തിനെ തോൽപ്പിക്കുന്നത്. തക്ഷകൻ ആ കഥയിൽ പുഴുവേഷധാരിയായി രൂപം മാറുന്നു. സത്യത്തിൽ ഒരു വിളവെടുപ്പുത്സവമാണ് ഇന്ന് നാം കൊണ്ടാടുന്ന ഓണം. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് അതിൽ നിന്നുണ്ടായ ചൊല്ല് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഉണ്ണാത്ത കാലത്തെ കൂട്ടിക്കൊണ്ടുവന്ന് നാക്കിലയിട്ട് സദ്യ വിളമ്പുകയാണ്. കാർഷിക വൃത്തി ജീവിതോപാധിയായ ഒരു കാലത്ത് കർഷകൻ മണ്ണിൽ പണിയെടുക്കുന്നവനും രാജാവ് അയാളുണ്ടാക്കുന്ന വിളവ് സംരക്ഷിക്കുന്നവനുമായി രൂപം മാറിയാണ് ഒരു ദേശത്തിന് നാഥനാകുന്നത്. നാഥനാകുന്നവന് അധികാരമുണ്ടാകും, കൊട്ടാരമുണ്ടാകും, അല്ലെങ്കിൽ ഖജനാവുണ്ടാകും. ചുരുങ്ങിയത് ഒരു പത്തായമെങ്കിലും ഉണ്ടാകും. ഇവ വർഷം പ്രതി പെറ്റുപെരുക്കിക്കൊണ്ടിരിക്കും. ആ പെരുക്കം ഒരാളിൽ അഹന്ത ഉണർത്തും. ആ അഹന്ത തണുപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അഹന്ത മാറ്റേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ്. ആ ആവശ്യമാണ് ഭിക്ഷയായി മഹാബലിയുടെ മുമ്പിൽ എത്തുന്നത്. സ്വർണമോ പണമോ അല്ല, എനിക്ക് മൂന്നടി മണ്ണ് മതി എന്നാണ്. മണ്ണില്ലാതെ മറ്റൊന്നുകൊണ്ടും പ്രയോജനമില്ല എന്ന ബോധ്യപ്പെടുത്തലാണ്.
സംഘകൃതിയായ മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശം കാണുന്നത്. തിരുമാളിന്റെ, അതായത് മഹാവിഷ്ണുവിന്റെ ജന്മദിനമായാണ് അതിൽ ഓണാചരണം. അതായത് കർക്കിടകം കഴിഞ്ഞ് സംഹാരരുദ്രയായ ഭൂമി വീണ്ടും സ്ഥിതിയിലേക്ക് മാറുന്നു. കർക്കിടകം സംഹാരത്തിൻ്റെതാണ്. സംഹാരം കഴിഞ്ഞ് സൃഷ്ടിയല്ല, സ്ഥിതിയാണ്. സ്ഥിതിക്ക് നാഥൻ വിഷ്ണുവാണ്. ഹേ രാജാവേ, നിന്നെ ഞാൻ വീണ്ടും നിന്റെ അഹന്തയിൽ നിന്ന് സ്നേഹത്തിലേക്ക് കൈപിടിച്ച് താഴ്ത്തുന്നു എന്നാണ്. കുടവയറാനായ മഹാബലി എന്ന പ്രയോഗം കരുതേണ്ടതാണ്. അത് പിൽക്കാലത്ത് നമ്മുടെ ചിത്രകാരന്മാർ വരച്ചുണ്ടാക്കിയതാണെങ്കിൽ കൂടി കുടവയറ് മടിയുടെ പ്രതീകമാണ്. ആ കുടവയറ് കുറയ്ക്കാനുള്ള മണ്ണ് പ്രയോഗമാണ് പിന്നീടുണ്ടായ പാതാള കഥകൾ. പട്ടാള കഥകൾ പോലെ ഈ കഥയ്ക്കും നായകനറിയാതെ ഒരുപാട് തൊങ്ങലുകൾ നാം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ബലവാനായ രാജാവിന്റെ കുടവയറ് എന്നത് സത്യത്തിൽ ഒരു സറ്റേറിക് പ്രയോഗമാണ്. കുടവയറുള്ളവൻ ഓണത്തിന് ഉണ്ണാൻ വരുന്നു എന്ന് പറയുമ്പോൾ അടുപ്പത്ത് അരി കുറച്ചധികം ഇടണമെന്നാണ്. വിളവെടുപ്പുത്സവത്തിനെങ്കിലും വയറു നിറയെ കഴിക്കൂ എന്ന ധ്വനി ഇതിലുണ്ട്. AD 8 വരെ ദ്രാവിഡദേശത്തിന്റെ ഭാഗമായിരുന്നു കേരളവും. തമിഴ് ഉപേക്ഷിച്ച് നാം മലയാളം പറയാൻ തുടങ്ങിയതോടെ മഹാബലിയും മലയാളം പറയാൻ തുടങ്ങി. ഇന്ന് കേരളക്കരയാകെ ആ മഹാബലിയെ വരവേൽക്കാൻ പൂക്കൂടയുമായി കുന്നും മലയും കയറി മാബലി നാടുവാണിയിടും കാലം മനുഷ്യരിൽ എല്ലാവരും ഒന്നുപോലെ എന്ന പാട്ട് പാടുന്നു. സുരനായ ദൈവം പുറത്താകുകയും അസുരനായ രാജാവ് അകത്താകുകയും ചെയ്യുന്ന പ്രതിഭാസമാണിത്. സത്യത്തിൽ രാജാവാണ് ഇവിടെ പെട്ടുപോകുന്നത്. മോക്ഷം കൊടുത്തവനെ തിരിച്ചു വിളിച്ച് മോക്ഷമില്ലാത്തവനാക്കി മാറ്റുകയാണ്. ഇവിടെ തോറ്റത് ദൈവമാണ്. മനുഷ്യന് മുമ്പിൽ ദൈവം അടിയറവ് പറയുകയാണ്. അല്ലയോ ദൈവമേ, നീ മോക്ഷം കൊടുത്തവനെ ഞങ്ങൾ തിരുവോണത്തോണിയിൽ പൂവിളിയോടെ തുഴഞ്ഞുകൊണ്ടുവരുമെന്നാണ്. നീ പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ കൊണ്ട് ആരതി ഒഴിയുമെന്നാണ്. അത്തത്തിന് 1 പൂവ്, തിരുവോണത്തിന് 10 പൂവ്, അങ്ങനെ പടിപടിയായാണ് ആരതി. നീ പൂജയ്ക്കെടുക്കാത്ത തുമ്പയെ ഞാൻ പൂജിക്കാനെടുക്കുന്നു എന്ന ധ്വനി പഠിക്കേണ്ടതാണ്. മുക്കുറ്റിയും വേലിപ്പരത്തിയും തൊട്ടാവാടിയും അതാതിന്റെ തലത്തിൽ ഉയർത്തപ്പെടുകയാണ്. തുളസിയും തെച്ചിയും ചെമ്പരത്തിയും പടിക്ക് പുറത്തു നിർത്തി മണ്ണിൽ പണിയെടുക്കുന്നവരുടെ ഈ ആരതി സത്യത്തിൽ ഒരു പൊളിച്ചെടുത്താണ്. നീ പൂജയ്ക്കെടുക്കുന്ന ചെമ്പരത്തി കൊണ്ട് ഞാൻ കുടചൂടുമെന്ന പകപോക്കൽ കൂടിയുണ്ട് ഇക്കഥയിൽ. തുമ്പപ്പൂ പോലുള്ള അരി എന്ന പ്രയോഗമുണ്ട്. അരിയുണ്ടാക്കുന്നവന് അത് കഴിക്കാൻ കഴിയാതെ പോയ ഒരു കാലത്തിൽ നിന്നുകൊണ്ട് വേണം ഇത് വായിക്കാൻ. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് കർഷകൻ രാജാവിനോട് തിരിച്ചു പറയുകയാണ്. കർക്കിടകം കഴിഞ്ഞ് ശാന്തമാകുന്ന നമ്മുടെ തുറമുഖങ്ങളിൽ അടുക്കുന്ന കപ്പലുകളിൽ കയറ്റി അയക്കുന്ന സാധനങ്ങൾ ഒരുപിടി മാറ്റിവെക്കാനുള്ള അഭ്യർത്ഥനയാണ്. ഉണത്തപ്പ കുടവയറ നാളേക്കൊരു വട്ടി പൂ തരുമോ എന്ന വരികൾ പിൽക്കാലത്തുണ്ടായതാകണം. ഉണ്ടവനുണ്ടാക്കിയ കവിതയാണത്. അതുകൊണ്ടാണ് അതിൽ അരിക്ക് പകരം പൂ വിഷയമായത്. ഉണ്ണാത്തവൻ ഉണ്ടാക്കിയതാണെങ്കിൽ ഇത് മറ്റൊരു തരത്തിലായേനെ. പൂ തരുമോ എന്നല്ല, അരി തരുമോ എന്നാകും അതിലെ അഭ്യർത്ഥന. അസുരഗണമാണ് മഹാബലി. എന്തു ചോദിച്ചാലും കൊടുക്കുന്നവൻ. സുരൻ അങ്ങനെയല്ല, തൂക്കി നോക്കിയേ കൊടുക്കൂ. ഭക്തരോടെ പ്രസാദിക്കൂ. എന്തു ചോദിച്ചാലും കൊടുക്കുന്നവൻ സത്യത്തിൽ ബുദ്ധനാണ്. എല്ലാം ഉപേക്ഷിച്ചവനെ അത് സാധിക്കൂ. ഇങ്ങനെ നോക്കുമ്പോൾ ബുദ്ധമതത്തിനുമേൽ പ്രയോഗിക്കപ്പെട്ട ചെറു ശസ്ത്രക്രിയയാണ് മഹാബലിയുടെയും വാമനന്റെയും പിൽക്കാല കഥകൾ എന്നുകൂടി പറയേണ്ടി വരും. എല്ലാം ഉപേക്ഷിക്കപ്പെടുമെന്ന ഒരു ലോകത്തിൽ ദൈവത്തിന് നിലനിൽപ്പില്ല. എല്ലാം ഉപേക്ഷിക്കപ്പെട്ടവന് അർത്ഥിക്കാനായി ഒരു പ്രാർത്ഥനയുമില്ല. ഒന്നും വേണ്ടാത്തവനെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാകില്ല. അത്തം പത്തോണത്തിൽ പറയുന്ന പൂവിടൽ രീതി എല്ലാം ഉപേക്ഷിച്ചവനെ തിരികെ കൊണ്ടുവരുന്ന തരത്തിലുള്ളതാണ്. ഒന്നിന്റെ ഗുണിതങ്ങളിൽപ്പെടുത്തി അവനെ വീണ്ടും വീണ്ടും കൊതിയുള്ളവനാക്കുകയാണ്. ബുദ്ധനെ ബോധിയിൽ നിന്ന് തിരിച്ചുറക്കുകയാണ്. പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ കൊണ്ട് ആവേശിക്കുകയാണ്. എല്ലാം ഉപേക്ഷിച്ചവന്റെ നിറം തുമ്പയുടേതാണ്. സുതലത്തിലേക്കാണ് വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയത് എന്ന് ഭാഗവത കഥ പറയുന്നു. നാം പറയുന്ന പാതാളമല്ല അത്. ദേവന്മാർ പോലും കൊതിക്കുന്ന ഇടമെന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് സുതലത്തിലേക്ക് സ്ഥാനക്കയറ്റമാണ്. നിന്നെ ഞാൻ സുതലത്തിലെ രാജാവാക്കുന്നു, ഞാൻ നിന്റെ ദ്വാരപാലകനായി നിന്നോളാം എന്ന ഉടമ്പടിയാണ്. 3 അടിയെ തിരിച്ചന്വയിച്ചാൽ യാത്ര താഴോട്ടാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലൂടെ പാതാളത്തിലേക്ക്. ഭൂമിക്കടിയിലെ ലോകം ആകാശത്തെ ലോകം പോലെ സുന്ദരമെന്ന വിവക്ഷയാണ്. ഒരു ശവം ദഹിപ്പിക്കും പോലെ പവിത്രമാണ് കുഴിച്ചിടലും എന്ന ധ്വനി ഇതിലുണ്ട്. ഇരുട്ടിനെ ഭയക്കുന്നവനെ ചികിത്സിക്കാനുള്ള എളുപ്പവഴി അയാളെ കുറച്ചുകാലം ഇരുട്ടിൽ ഇരുത്തുക എന്നുള്ളതാണ്. മനുഷ്യനാണ്
ഇരുട്ടിനെ ഭയക്കുന്നത്. ഏത് കിണറാഴത്തിലേക്ക് നോക്കി നിൽക്കുമ്പോഴും സംഭവിക്കുന്നതാണ് ഇത്. ഖനിത്തൊഴിലാളികൾ മാസങ്ങൾ നീണ്ട ജോലി കഴിഞ്ഞ് ഖനികളിൽ നിന്ന് പുറത്തു വരുമ്പോൾ വെളിച്ചം കണ്ട് ഭയന്ന് നിലവിളിക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഓണമെന്നത് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും ഒരുപോലെ സഞ്ചരിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന അനുഷ്ഠാന കലയെന്ന് നമുക്ക് വായിക്കേണ്ടി വരും. കോവിഡ് മഹാമാരി എന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നു കയറാൻ ഇക്കഥ ഇനിയും തിരുത്തി വായിക്കാൻ നമുക്ക് സാധിക്കേണ്ടി വരും. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ, ലൈക്കും ഷെയറും ചെയ്യൂ. നന്ദി.